വെൽക്കം ടു മോട്ടോറഫ്. ഇന്നത്തെ ബൈക്ക് സ്പീഡ് 400. സോ ഇത് ലോങ് ടേം ഓണർഷിപ്പ് റിവ്യൂ ആയിട്ട് ഒരു 18,000 കിലോമീറ്റർ റണ്ണിങ് ചെയ്ത ബൈക്കാണ്. 18,000 കിലോമീറ്ററിൽ എക്സ്പീരിയൻസ് ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ സ്പീഡ് 400 ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് മെയിൻ്റനൻസ് കോസ്റ്റിനെ ഫോക്കസ് ചെയ്തായിരിക്കും കൂടുതലും റിവ്യൂ ചെയ്യുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പോസിറ്റീവ് ഡിസ്കസ് ചെയ്യും, ഞാൻ ഫേസ് ചെയ്ത കുറച്ച് ഇഷ്യൂ ഡിസ്കസ് ചെയ്യും, പിന്നെ ഡീറ്റെയിൽ ആയിട്ട് മെയിൻ്റനൻസ് കോസ്റ്റും പാർട്ട് പ്രൈസിങ് ഡിസ്കസ് ചെയ്യും. അവസാനമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ലോങ് ടേമിൽ എങ്ങനെ ചീപ്പറായിട്ട് ഈ ബൈക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, ടിപ്സ് ആൻഡ് ട്രിക്സാണ്. അപ്പോൾ നമ്മൾ മെയിൻ്റനൻസ് കോസ്റ്റ് എങ്ങനെ കുറഞ്ഞു കിട്ടും. ബൈക്കിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ബൈക്കിൻ്റെ എഞ്ചിനാണിത്. ഇത് 400cc 40 ഹോഴ്സ് പവർ എഞ്ചിനാണ്. ബൈക്ക് സിറ്റിയിലൊക്കെ വളരെ സ്മൂത്താണ്. ബൈക്ക് ഒരു തേർഡ് ഗിയർ 20 കിലോമീറ്റർ പോലെ സിറ്റിയിലൊക്കെ ഒരു നോക്കിംഗ് ഇല്ലാതെ ഓട്ടിക്കാം. ആ തേർഡ് ഗിയർ 20 ബൈക്ക് 70-80 വരെ ക്ലീൻ ആയിട്ട് പുള്ളി ചെയ്യും, ഒരു നോക്കിങ്ങും ഇല്ലാതെ. നമുക്കൊരു 80-90 വരെ ഓട്ടിക്കാൻ ബൈക്ക് പെർഫെക്റ്റ് ആണ്. ബട്ട് 80-90 കഴിഞ്ഞ ബൈക്കിന് രണ്ട് ഇഷ്യൂ വരും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ബൈക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എഞ്ചിനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടു മനസ്സിലാക്കും. ഒരു 6.5 സെക്കൻഡിലാണ് അടിച്ചത്. ഇതിന്റെ മീറ്റർ റേഞ്ചാണ് ഏറ്റവും എക്സൈറ്റിംഗ്. 80-90 കിലോമീറ്റർ പെർ ഹൈവേയിൽ ഓട്ടിക്കാൻ ബൈക്ക് പെർഫെക്റ്റ് ആണ്, ഒരു കംപ്ലൈൻറ്റും പറയാനില്ല. ബട്ട് 80-90 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന ഇഷ്യൂ ബൈക്കിൻ്റെ റിയർ സസ്പെൻഷനാണ്. ഈ ബൈക്കിൻ്റെ റിയർ സസ്പെൻഷൻ മോശമൊന്നും പറയാൻ പറ്റത്തില്ല. സിറ്റി സ്പീഡിലൊക്കെ അത്യാവശ്യം കംഫർട്ടബിളാണ്. പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൊക്കെ നല്ല കംഫർട്ടബിളാണ്. ഒരുപാട് സ്റ്റിഫും അല്ല, ഒരുപാട് സോഫ്റ്റും അല്ല, അങ്ങനത്തെ ഒരു ബാലൻസ്ഡാണ്. ഈ പ്രോബ്ലം വരുന്നത് നമ്മൾ ഹൈവേ പോകുമ്പോൾ ഒരു ഹൈ സ്പീഡ് 80-90 100 പോകുമ്പോൾ ഹൈവേ കട്ടിങ്ങിലൊക്കെ കയറുമ്പോൾ റിയർ കുറച്ച് ബൗൺസ് ചെയ്യാം. സീറ്റിൽ ഒരു അടി കിട്ടും, നമ്മളൊന്ന് സീറ്റിൽ ചാടും. ഇതിൻ്റെ റീബൗണ്ട് ഡാമ്പിങ് പോരാ റിയർ സസ്പെൻഷൻ്റെ, അതാണ് ഒരു പ്രോബ്ലം. ഇത് പ്രശ്നമായിട്ട് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് സസ്പെൻഷൻ വളരെ നല്ലതാണ്. അത് ഈ കട്ടിങ് എല്ലാം സ്മൂത്തായിട്ട് അബ്സോർബ് ചെയ്യും. ബട്ട് റിയർ അബ്സോർബ് ചെയ്യത്തില്ല. നമ്മൾ ഫ്രണ്ട് അബ്സോർബ് ചെയ്യും, റിയർ അബ്സോർബ് ചെയ്ത് റിയറിൽ നിന്ന് അടിയും കിട്ടും. ഫ്രണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിയർ മോശമാണെന്ന് പറയേണ്ടി വരും. വല്ല കട്ടിങ് കാണും, കംഫർട്ടബിൾ അല്ല റിയർ ഹൈ സ്പീഡിൽ. ഒരു പോയിന്റ് നമുക്ക് ഇതിൻ്റെ പ്രീ ലോഡ് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാം. ബൈക്ക് സ്റ്റോക്ക് വരുന്ന 0 പ്രീ ലോഡിലാണ്. നമുക്കതിൻ്റെ പ്രീ ലോഡ് 0 4 5 നിങ്ങളുടെ വെയിറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് കുറച്ചൊരു സൊല്യൂഷനാണെന്ന് പറയാം, ബട്ട് കംപ്ലീറ്റ്ലി മാറത്തില്ല. അടുത്ത ഇഷ്യൂ എന്നത് എഞ്ചിൻ വൈബ്രേഷനാണ്. ബൈക്ക് 80-90 വരെ ബൈക്ക് സ്മൂത്ത് എന്ന് പറയാം, ബട്ടർ സ്മൂത്ത്, ഒരു വൈബ്രേഷനും ഇല്ല. ഒരു 100 എത്തുമ്പോൾ ഫുഡ് പാക്കിൽ ചെറിയൊരു ബസ് ഫീൽ ചെയ്യും. കാരണം 120 വരെയൊക്കെ നിൽക്കും. 120 കഴിയുമ്പം ടാങ്കിലും ഹാൻഡിൽ ബാറിലും ഫുഡ് പാക്കിലും ചെറിയ വൈബ്രേഷൻ വരും. അത് പിന്നെ 140 കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വൈബ്രേഷൻ ആവും, നമുക്കറിയാൻ പറ്റും. നിങ്ങൾ മിററിൽ നോക്കിക്കഴിഞ്ഞാൽ ബൈക്കിൻ്റെ RPM കൂടുന്നതനുസരിച്ച് ബൈക്കിൻ്റെ മിറർ വൈബ്രേറ്റ് ചെയ്യുന്ന കാണാൻ പറ്റും. ഒരു ബൈക്ക് മേടിക്കുമ്പോൾ അതിൻ്റെ പ്രൈസ് പോലെ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ബൈക്കിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ്. അതിൽ പലരും ശ്രദ്ധിക്കാറില്ല. പ്രീമിയം ബ്രാൻഡ്സ് ലൈക്ക് ട്രയം, BMW, കവാസാക്കി അവരുടെ ബൈക്ക് ഇപ്പോൾ ചീപ്പറായിട്ട് അവൈലബിൾ ആണെങ്കിലും അവരുടെ മെയിൻ്റനൻസ് കോസ്റ്റും ലേബറും ഹൈ ആണ്. ഇത് പലരും ശ്രദ്ധിക്കാതെ മേടിച്ച് പണിയാവാറുണ്ട്. ഈ ബൈക്കിൻ്റെ ഫസ്റ്റ് സർവീസ് 1000 കിലോമീറ്ററാണ്. 1000 കിലോമീറ്ററിൽ എന്തൊക്കെ മാറ്റി, പാർട്സ് മാറ്റി, അത് എൻ്റെ പ്രൈസ്, അതൊക്കെ നമുക്ക് നോക്കാം. ബൈക്കിലെ ഫസ്റ്റ് സർവീസിൽ മാറ്റിയത് ഓയിൽ ഫിൽറ്റർ, ഓറിങ്, ഇതിലെല്ലാം കൂടെ ടോട്ടൽ 2,100 to 2,200 rupees ആയി ഫസ്റ്റ് സർവീസിൽ. പിന്നെ സെക്കൻഡ് സർവീസ് ചെയ്തത് 10,300 കിലോമീറ്ററിലാണ്. ബട്ട് അതിനു മുമ്പ് 6,000 കിലോമീറ്ററിൽ ജനറൽ ചെക്കപ്പ് ചെയ്തു. അന്ന് കൂളൻ ലെവലും ഓയിൽ ലെവലും ചെക്ക് ചെയ്തു. അന്ന് ഫ്രണ്ട് ബ്രേക്ക് പാഡ് മാറ്റിയിരുന്നു, അതൊരു 3,000 rupees ആയി. സെക്കൻഡ് സർവീസ് അത്യാവശ്യം പാർട്സ് ഒക്കെ മാറ്റി കുറച്ച് പ്രൈസ് ആയിട്ടുണ്ട്, അതെന്തൊക്കെയാണ് നോക്കാം. സോ ഫസ്റ്റ് റിയർ ബ്രേക്ക് പാഡ് ഓർഗാനിക് ആണ്, അതിനൊരു 450 rupees ആയി ഇൻക്ലൂഡിങ് ലേബർ. പിന്നെ മാറ്റിയത് ബൈക്കിൻ്റെ എയർ ഫിൽറ്റർ ആണ്. എയർ ഫിൽറ്റർ ഒരു 530 rupees ആയി. ഞാൻ കുറച്ച് പൊടികളെടുത്ത വണ്ടി ഓട്ടിക്കുന്നു, അതുകൊണ്ടും അത് മാറ്റി. അടുത്ത മാറ്റിയത് ബൈക്കിൻ്റെ ഓയിലാണ്. ഓയിൽ മാറ്റി, ഓയിൽ ഫിൽറ്റർ മാറ്റി, ഓറിങ് മാറ്റി, അത് 2,200 rupees ആയി. അടുത്ത മാറ്റിയ പാർട്ട് ബൈക്കിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് പാഡാണ്. ഇത് 10,300 കിലോമീറ്ററിൽ 2 തവണ മാറ്റി. ഇതിനൊട്ട് കോസ്റ്റ് വരുന്നത് 3,000 rupees ആണ്. ഞാൻ പക്ഷേ എൻ്റെ തേർഡ് ബ്രേക്ക് പാഡ് 18,000 കിലോമീറ്റർ ആയി. ഇനി അത് 2,000 കിലോമീറ്റർ പോകും. അതെങ്ങനെയാണ് എത്തിച്ചെന്ന വീഡിയോയിൽ അവസാനം ഡിസ്കസ് ചെയ്യും. തേർഡ് സർവീസിന് മുന്നേ ഒരു റിപ്പയർ ചെയ്തു, ഒരു 16,000 കിലോമീറ്ററിൽ. അതിൽ എന്തൊക്കെയാണ് മാറ്റിയെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് മാറ്റിയത് ബൈക്കിൻ്റെ ഫ്യൂൽ ഫിൽറ്ററാണ്, അതൊരു 270 rupees ആയി. പിന്നെ സ്പാർക്ക് പ്ലഗ് മാറ്റി, അതൊരു 250 rupees ആയി. ഇത് രണ്ടും കൂടെ ലേബർ 300, ടോട്ടൽ അറൗണ്ട് 800. അടുത്ത ബൈക്കിൽ മാറ്റിയ പാർട്ട് ബൈക്കിൻ്റെ ടയറാണ്. ഇപ്പോൾ ഇട്ടേക്കുന്ന TVS Pro Torque Extreme ആണ്.
കുറച്ചും കൂടെ ലൈഫ് ഉണ്ടായിരുന്നു. ഒരു 17,000 കിലോമീറ്റർ വരെ പോകുമായിരുന്നു. കുറച്ച് ട്രിപ്പ് പോകുന്നതുകൊണ്ട് നേരത്തെ അത് മാറ്റിയായിരുന്നു. ബൈക്കിൽ മാറ്റി അടുത്ത പാട്ട് ബൈക്കിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റ് ആയിരുന്നു. കുറച്ച് സൗണ്ടൊക്കെ കേൾക്കാൻ തുടങ്ങി, അതുകൊണ്ട് അത് മാറ്റാമെന്ന് വെച്ചു. ഒരു 4,500 റുപ്പീസായി ഇൻക്ലൂഡിങ് ലേബർ. ഈ ബൈക്കിൽ ഇഷ്ടപ്പെട്ട അടുത്ത കാര്യം ബൈക്കിൻ്റെ ബ്രേക്കിംഗ് ആണ്. ഇതിൽ ഫ്രണ്ട് നല്ല ബ്രേക്കിംഗ് പവറാണ് ബൈക്കിന്. വിചാരിച്ചത് സ്റ്റോപ്പ് ആവും. ഫ്രണ്ടിൽ വരുന്ന സിൻഡേഡ് ബ്രേക്ക് പാഡാണ്. ഇനിഷ്യലി പ്രോഗ്രസീവ് ബൈറ്റാ, നല്ല ഹാർഡായിട്ട് പ്രസ് ചെയ്താൽ നല്ല ബ്രേക്കിംഗ് പവറാണ്. വിചാരിച്ചെടുത്ത് നിൽക്കും. നല്ല ബ്രേക്ക് ഫീലും ആണ്. നമുക്ക് ആ ഗ്രിപ്പ് ഫീൽ ചെയ്യും ലെവറിൽ. ഇതിൽ വരുന്ന ബ്രേക്ക് ലൈൻസ് സ്റ്റീൽ ബ്ലേഡ് ലൈൻസ്, അതുകൊണ്ട് ബ്രേക്കിംഗ് ഫീലും ഉണ്ട്. റിയർ വരുന്നത് ഓർഗാനിക് ബ്രേക്ക് പാഡ്സാണ്. സോ അതിൻ്റെ ഫീലൊക്കെ അത്ര നല്ല ഫീലല്ല. ബട്ട് ഫ്രണ്ട് ബ്രേക്ക് പാഡിനെ അസിസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ബ്രേക്ക് ചെയ്യുന്ന ഫ്രണ്ട് 80, റിയർ 20. സിറ്റിയിലൊക്കെ റിയർ കൂടുതൽ യൂസ് ചെയ്യും, ഹൈവേയിലൊക്കെ ഫ്രണ്ടാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പലരും പറയുന്നത് ബജാജിൻ്റെ ബൈക്കാണ്, ട്രാമ്പിൻ്റെ പ്രീമിയം ക്വാളിറ്റി ഒന്നും കിട്ടത്തില്ല. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ട്രാമ്പോയുടെ പ്രീമിയം ബൈക്കിന് കൊടുക്കുന്ന അതേ പാർട്ട് ക്വാളിറ്റി ഇതിനുമുണ്ട്. ലുക്സ് മാത്രമല്ല, പാർട്ടിന് ക്വാളിറ്റി ഉണ്ട്. ഇതുവരെ എനിക്കൊരു റെസ്റ്റ് ഇഷ്യൂ, ഒരു പെയിൻ ക്വാളിറ്റിയോ ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല. ആകെ ഒരു കുഞ്ഞ് ഇഷ്യൂ വന്നതെന്ന് പറഞ്ഞാൽ സൈഡ് പാനൽ നമ്മൾ കാല് തട്ടുന്ന സ്ഥലത്ത് ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് പീൽ ഓഫ് ഉണ്ട്. അതല്ലാതെ വേറെ ഒരു ഇഷ്യൂ ഇല്ല. ബൈക്ക് ഫിറ്റ് ആൻഡ് ഫിനിഷിലായാലും പാർട്ട് ക്വാളിറ്റി ആയാലും ലുക്സിലായാലും 10 out of 10 ഹാപ്പിയാണ്. അടുത്തതായി ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റ് ആണ്. മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം ഹെഡ്ലൈറ്റ്. എനിക്ക് ഒട്ടും ഹാപ്പി അല്ലാത്ത കാര്യം ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റാണ്. സിറ്റിയിലൊക്കെ യൂസ് ചെയ്യാൻ ഓക്കെ, ഹൈവേയിലൊന്നും ഓടിക്കാൻ പറ്റത്തില്ല, ഏതെങ്കിലും കുഴിപ്പ് ഉറപ്പായിട്ട് വരും. ഹെഡ്ലൈറ്റിൻ്റെ ത്രോ വളരെ കുറവാണ്. ഇത് ബൈക്കിൻ്റെ ലോ ബീമാണ്. ലോ ബീം നല്ല വൈഡാണ്, നല്ല വൈഡ് വ്യൂ ആണ്, സൈഡൊക്കെ കാണാൻ പറ്റും. ബട്ട് ത്രോ ഇല്ല. ലോങ് ഡിസ്റ്റൻസിലൊക്കെ കാണാൻ പറ്റും. ഹൈവേയിലൊക്കെ പോകുമ്പോൾ ഒരു കട്ടറൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കാണാൻ പറ്റത്തില്ല. ഹെഡ്ലൈറ്റ് വളരെ മോശം, ഡിസപ്പോയിൻമെൻറ്റിംഗ് ആണ്. സിറ്റി യൂസിന് കൊള്ളാം, ഹൈവേ പോയാൽ ഹൈവേക്കും ടൂറിങ്ങിനും ഒന്നും പറ്റത്തില്ല. കാരണം ദൂരമുള്ള കാണാൻ പറ്റത്തില്ല. കട്ടർ ഉണ്ടെങ്കിലോ കുഴി ഉണ്ടെങ്കിലോ ഒന്നും കാണാൻ പറ്റത്തില്ല. അത് വളരെ മോശം. അതാണ് ഹെഡ്ലൈറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ ഈ ബൈക്ക് 11,000 കിലോമീറ്ററിൽ ഫ്രണ്ട് ബ്രേക്ക് പാഡ് 2 തവണ മാറ്റി. ഒന്ന് 6,000 കിലോമീറ്ററിലും ഒന്ന് 10,300 കിലോമീറ്ററിലും. എൻ്റെ ഫ്രണ്ട് ബ്രേക്ക് പാഡ് കുറച്ച് എക്സ്പെൻസീവാണ്. 3,100 റുപ്പീസ് ആവും. സിൻഡേഡ് ബ്രേക്ക് പാഡാണ് വരുന്നത്. ഇനിഷ്യലി ബൈക്ക് മേടിച്ചപ്പം ഫ്രണ്ട് ബ്രേക്ക് കുറച്ച് അഗ്രസീവായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇത്ര ലൈഫ്. പക്ഷേ എൻ്റെ തേർഡ് ബ്രേക്ക് പാഡ് ഇപ്പോൾ 8,000 കിലോമീറ്ററായി. അത് ഇനിയൊരു 2,000 കൂടെ പോവും, 10,000 വരെ പോകാനുണ്ട്. ഞാൻ എൻ്റെ റൈഡിങ് സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, പീക്ക് ട്രാഫിക് ബ്ലോക്കിൽ ഫ്രണ്ട് ബ്രേക്ക് യൂസ് ചെയ്യരുത്. റിയർ ബ്രേക്ക് ടാപ്പ് ചെയ്ത് ഓട്ടിക്കുക ട്രാഫിക് ബ്ലോക്കിൽ. അപ്പം കുറച്ച് ലൈഫ് എക്സ്റ്റെൻഡ് ആവും. അടുത്തത്, ഹൈവേയിൽ എൻജിൻ ബ്രേക്കിംഗ് പറ്റുന്നത്ര യൂസ് ചെയ്യുക. എമർജൻസി കേസിൽ ഫ്രണ്ട് ബ്രേക്ക് യൂസ് ചെയ്യുക. എൻജിൻ ബ്രേക്കിംഗ് സ്ലോ ഡൗൺ, ഹൈവേയിൽ എമർജൻസി അല്ലാത്ത സ്ലോ ഡൗൺ ഒക്കെ റൗണ്ട് മാച്ച് ചെയ്ത് എൻജിൻ ബ്രേക്കിംഗ് യൂസ് ചെയ്യുക. പിന്നെ വരുന്ന മഴയത്തൊക്കെ ബൈക്ക് ഓടിച്ചിട്ട് ഫ്രണ്ട് ബ്രേക്ക് പാഡിൽ മണ്ണും ചെളിയൊക്കെ ആവും. അത് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് വെയറായി ബ്രേക്ക് പാഡ് ഗ്ലേസ് ആവും. സോ മഴയത്തൊക്കെ ബൈക്ക് ഓടിക്കുന്നെങ്കിൽ ഫ്രണ്ട് ബ്രേക്ക് പാഡ് ക്ലീൻ ചെയ്യുക, മണ്ണും ചെളിയൊക്കെ മാറ്റുക. അതാണ് ബ്രേക്ക് പാഡിൻ്റെ ചെയ്യാനുള്ളത്. എല്ലാ 5,000 കിലോമീറ്ററിലും ചെയിൻ ക്ലീൻ ചെയ്യുക, ലൂബ് ചെയ്യുക എന്ന് പറയുന്നെങ്കിലും നിങ്ങൾ ചെയിനിൽ എപ്പോഴൊക്കെ മണ്ണും ചെളിയുണ്ടോ അപ്പോഴൊക്കെ ക്ലീൻ ചെയ്യുക, ലൂബ് ചെയ്യുക. ലൂബ് ചെയ്യാൻ എക്സ്പെൻസീവ് മോട്ടീവുകളുടെ ക്ലീനർ ഒന്നും വേണ്ട. ഡീസൽ മേടിച്ചാൽ മതി. ഡീസലും ഒരു ബ്രഷും വെച്ച് ക്ലീൻ ചെയ്തിട്ട് ലൂബ് ചെയ്യുക. ചെയിൻ എപ്പോഴും ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ചെയിൻ്റെ ലൈഫ് കുറച്ച് കൂടുതൽ കിട്ടും. പിന്നെ ട്രാമ്പിൻ്റെ വലിയൊരു മാർക്കറ്റിംഗ് ആയിരുന്നു 16,000 കിലോമീറ്റർ സർവീസ് ഇൻ്റർവെൽ. ഈ ബൈക്ക് ഈ എഞ്ചിൻ ഓയിലും വെച്ച് ഒരിക്കലും 16,000 കിലോമീറ്റർ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പോവും. പക്ഷേ എനിക്കറിയത്തില്ല ബൈക്കിന് എന്ത് സംഭവിക്കുമെന്ന്. ഒരു 7,000 ആകുമ്പോൾ തന്നെ ബൈക്കിൻ്റെ സ്മൂത്ത്നെസ് കുറയും. എഞ്ചിൻ ഓയിൽ മാറ്റാൻ സമയം നോക്കുക തന്നെ മനസ്സിലാവും. അപ്പോൾ 7,000 8,000 എഞ്ചിൻ ഓയിൽ മാറ്റുക. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ട്രാമ്പിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. നിങ്ങളുടെ സജഷൻ എനിക്ക് എപ്പോഴും ഹെൽപ്ഫുള്ളാണ്. പ്ലീസ് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എന്തൊക്കെയാണ് സജഷൻസ് വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാൻ. പിന്നൊരു കാര്യം കൂടെ, ട്രയംഫ് ഉടനെ ഈ ട്രയംഫ് 400 എഞ്ചിൻ ഡിസ്കണ്ടിന്യൂ ചെയ്ത് 350 എഞ്ചിൻ കൊണ്ടുവരും. ആരെങ്കിലും ഈ ബൈക്ക് മേടിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ പോയി മേടിച്ചോ. ഒരു ഏപ്രിൽ മെയ്യിലൊക്കെ അതാവും. അതുകൊണ്ട് പെട്ടെന്ന് മേടിച്ചോ.